കമ്പംമേട്ട് CI ഷമീർ ഖാൻ മർദ്ദിച്ച സംഭവത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങി ഇടുക്കിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മുരളീധരൻ. ഷമീർ ഖാനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഓട്ടോ ഡ്രൈവർ മുരളീധരൻ ഇടുക്കി SP നൽകിയ പരാതിയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഒരു പരാതി നമ്മൾ കൊടുത്തു. അതിൻ്റെ പുറകെ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വരുമ്പം കുറേ നാൾ പരാതി കഴിയുമ്പോൾ എല്ലാ പരാതികളും അങ്ങനെയാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇതങ്ങ് മാഞ്ഞ് പോകുന്ന ഒരു രീതിയിലാണ് നമ്മളെ ഇവിടെ കണ്ടുവരുന്നത്. നീതി കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനുവേണ്ടിയാണ് പിന്നീടാണെങ്കിലും തീരുമാനിച്ചതിലേക്ക് പോയത്. നമ്മൾ അവസാനം മനുഷ്യാവകാശ കമ്മീഷന് വരെ നമ്മൾ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഇതായില്ലേ കോടതിയും കൂടെ സമീപിക്കാം. മുഖ്യമന്ത്രിയുണ്ട്, കോടതിയും കൂടെ സമീപിച്ചിട്ട് തീരുമാനമായില്ലെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ നമുക്ക് സമീപിച്ച് കാര്യങ്ങൾ. ജെയിൻ എസ് രാജു കൂടുതൽ വിവരങ്ങൾ നൽകും. ജെയിൻ, ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസ്, അതുപോലെ തന്നെ അതിനകത്ത് വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുണ്ട്. ഇനി എന്താണ് ഈ ഓട്ടോ ഡ്രൈവർ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കൂടുതൽ, അവരെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? രാജീവ്, ഡിസംബർ 31 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മുരുകൻ ഇദ്ദേഹം ഈ ഓട്ടോ ഡ്രൈവറും സുഹൃത്തുക്കളും ഒരു കടയുടെ സമീപം സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് കമ്പംമേട്ട് CI ഷമീർ ഖാൻ അങ്ങോട്ടേക്ക് വരികയും കാര്യമായ പ്രകോപനമില്ലാതെ തന്നെ ഈ ആളുകളെയൊക്കെ പിടിച്ചു തള്ളുകയും മുരളീധരനെ മർദ്ദിക്കുകയും ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് ഒരു 15 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹം പരാതി നൽകുന്നത്. കട്ടപ്പന DSPക്കാണ് ആദ്യം പരാതി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് അടക്കം വഹിച്ചുകൊള്ളാം എന്ന ഒരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ പരാതിക്ക് പോകാറുള്ളത്. പിന്നീട് ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെ തുടർന്ന് ഇദ്ദേഹം കട്ടപ്പന DSPക്ക് പരാതി നൽകി. അതിനുശേഷം ഇടുക്കി SPക്കും പരാതി നൽകി. ഇതിനിടയിലാണ് നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെ SP കട്ടപ്പന DYSPയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുവരെ കട്ടപ്പന DYSP ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഈ കുറ്റക്കാരനായിട്ടുള്ള CIയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. ഇതിനെ തുടർന്ന് അദ്ദേഹം കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിലൊന്നും കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.